ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒഡീഷയിൽ പെൺകുട്ടികൾ ജനിക്കുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല. പെൺകുട്ടികൾ ജനിക്കണ്ട, ആൺകുട്ടി മതി. ഇത് ഒരു ആൺ പെൺ വേർതിരിവ് ഇവിടെ ശരിക്കും ഉണ്ട്. കാരണം ആൺകുട്ടികളാണെങ്കിൽ ഇവർ നല്ല ഹാപ്പി ആയിരിക്കും, പെൺകുട്ടികളാണെങ്കിൽ എല്ലാവരും വിഷമിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം പെൺകുട്ടികൾ ജനിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത. കാരണം ഇതൊരു ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ജോലിയല്ല. ഇത്രക്കായിരം സാധനങ്ങൾ കൊടുക്കണം, അതിലെന്തെങ്കിലും കുറഞ്ഞു പോയാൽ പെണ്ണിനെ അവർ ദ്രോഹിക്കുമോ എന്നൊക്കെ ഉള്ളത്. നമ്മുടെ കല്യാണ പെണ്ണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കാണണ്ടേ? ഇതാ കണ്ട് നോക്ക് മക്കളെ. ഒരു തെങ്ങും തെയ്യും ഒരു വാഴക്കന്നും മെയിനാണ്. അതെല്ലാ കുട്ടികൾക്കും പെൺകുട്ടികൾക്ക് കെട്ടിച്ചു വിടുമ്പോൾ കൊടുത്തു വിടും അത്രേ. പണ്ടൊക്കെ ഒരു പശുക്കുട്ടീനെ കൂടി കൊടുത്തു വിടും അത്രേ. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, വീട്ടു സാധനങ്ങൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം. ഇത് ഈ വലിയ ട്രോങ്ക് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളവിടെ എന്താണ് പറയുന്നത്, തകരപ്പെട്ടിയോ അങ്ങനെ എന്തോ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊരു തകരപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞത്. അത് ഓർമ്മ വന്നത്. അങ്ങനത്തെ ഇതുപോലത്തെ വലിയ പെട്ടിയിൽ നിറയെ സാധനങ്ങളായിരിക്കും. അപ്പോൾ അതെല്ലാം എടുത്ത് അച്ഛൻ്റെ പെങ്ങളും പെണ്ണിൻ്റെ അമ്മായിയമ്മയും ഞാനും ഇതെല്ലാം എടുത്ത് നോക്കുകയാണ്. ഈ പെൺകുട്ടി കൊണ്ടുവന്ന സാധനങ്ങൾ കണ്ടിട്ട് എനിക്ക് അത്ഭുതമായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം കാണുന്നത്. ഇങ്ങനെ കൊണ്ടുപോകും എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ കണ്ണിൽ നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. നോക്ക്, പൊട്ടുകളൊക്കെ ഒരുപാട് പൊട്ടുകൾ, ബ്രഷ്, അങ്ങനെ എല്ലാം ഒരു കുറച്ചധികമായിട്ട് തന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. മസാലകൾ, സോപ്പ്, പൗഡർ, ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ 4-5 എണ്ണം. പിന്നെ ഒരു സാധനത ഈ ബോക്സിൽ ഞാൻ കണ്ട്, ബീഡി സിഗരറ്റ്. കണ്ടോ എന്താല്ലേ? എനിക്കും ശരിക്കും നിങ്ങളെപ്പോലെ ഞാനും ഒരു കൗതുകത്തിൽ തന്നെയായിരുന്നു. ഞാൻ ഈ സാധനമൊക്കെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുകയും ചെയ്തു, ദൈവമേ, ഇവന് ഈ കല്യാണച്ചക്കന് ഒരു കട തുടങ്ങാനുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കി പറയുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് കുഞ്ഞമ്മ പറഞ്ഞു, അതിങ്ങനെയാണ് ഒഡീഷയിലെ കല്യാണം കഴിച്ച് വരുന്ന പെൺകുട്ടികൾ. ഇത് കണ്ടോ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ എത്ര എണ്ണാന്ന്. ഇതൊക്കെ എന്തിനറിയോ ഇത്രയും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരുന്നത്? ഇനിയുള്ള ലൈഫ് അവളുടെ ഇവിടെയാണ്, ഈ ചെക്കൻ്റെ വീട്ടിലാണ്. ഇത് നെയിൽ പോളിഷൊക്കെ കണ്ടോ, പെൺകുട്ടിക്ക് ഉപയോഗിക്കാനും പിന്നെ ആ വീട്ടിൽ വരുന്ന കസിൻ സിസ്റ്റേഴ്സ്, ഈ പെങ്ങന്മാരൊക്കെ ഉണ്ടാവില്ലേ, പെങ്ങന്മാരും ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്കെല്ലാം കൊടുക്കാനാണ്, ഗിഫ്റ്റായിട്ട് കൊടുക്കാനും. വളകൾ, ഇഷ്ടംപോലെ വളകൾ കൊണ്ടുവരും. ഇത് എൻ്റെ അപ്പച്ചി കാണിച്ചു തരാണ്. അപ്പുറത്തുള്ള ഈ പാത്രങ്ങൾ, ഇതും മസാലകളൊക്കെ നോക്കി, എല്ലാത്തരം മസാലകളും ലോഡ് കണക്കിന്. ചായ അരിപ്പിയൊക്കെ നോക്കി എത്ര എണ്ണാന്ന്, 4-5 എണ്ണായിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലത്തെ. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. ഞാൻ കമ്പനിയിൽ എഴുതിയത് കറക്റ്റ് സത്യമായ കാര്യങ്ങളാണ്. കാരണം ഞാൻ ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒഡീഷയിൽ പെൺകുട്ടികൾ ജനിക്കുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല. പെൺകുട്ടികൾ ജനിക്കണ്ട, ആൺകുട്ടി മതി. ഇതൊക്കെ കണ്ടോ പാത്രങ്ങൾ. പെൺകുട്ടികൾ ജനിക്കണ്ട, ആൺകുട്ടികൾ മതി എന്നൊരു ആൺ പെൺ വേർതിരിവ് ഇവിടെ ശരിക്കും ഉണ്ട്. കാരണം ആൺകുട്ടികളാണെങ്കിൽ ഇവർ നല്ല ഹാപ്പി ആയിരിക്കും, പെൺകുട്ടികളാണെങ്കിൽ എല്ലാവരും വിഷമിച്ചിരിക്കുന്നതൊക്കെ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ആൺ പെൺ വേർതിരിവ് നമ്മളവിടെ കണ്ടിട്ടില്ല. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നമ്മളെല്ലാവരും ഹാപ്പിയാണ്, സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആൺകുട്ടി പിറക്കുകയാണെങ്കിൽ മധുരം എല്ലാവർക്കും, ഗ്രാമം ഫുള്ള് മധുരം നൽകും. ഇത് കാലിലിടുന്ന അളുത്ത ഇല്ലേ, ആ ചുവപ്പ് സാധനം, അതാണ് 2 പാക്കറ്റ് കൊണ്ട്. പെൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ മധുരം കൊടുക്കില്ല. അങ്ങനെയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഒഡീഷയിൽ കേരളത്തിൽ നിന്നൊക്കെ വന്നവരുണ്ടാവുമല്ലോ, പക്ഷെ അവർക്ക് അത്ര അത് മനസ്സിലാവണമെന്നില്ല. ഞാൻ ഇവരുടെ ഫാമിലിയിൽ 18 വർഷമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇവരുടെ ഇടയിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഇത് 100% സത്യമാണ്. പെൺകുട്ടികൾ ജനിക്കുന്നതിനോട് ഇവർക്ക് താല്പര്യമില്ല. അതിനെ ചുറ്റിപ്പറ്റി കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പം ഞാൻ വിശദീകരിക്കുന്നില്ല. അത് എന്തായാലും സത്യമാണ്. കാരണം ഇത് തന്നെയായിരിക്കും ഇത്രയും സാധനങ്ങളൊക്കെ കൊടുത്തൊരു പെണ്ണിനെ കെട്ടിച്ചു വിടണ്ടേ. ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീന്, ബെഡ്, കിടക്കാനുള്ള കട്ടിൽ, പായ, ബെഡ്ഷീറ്റ്, ഇതൊക്കെ കണ്ടില്ലേ, ചവിട്ടി, വീട്ടിലേക്ക് വേണ്ട ചൂല്, മുറന്ന് വേണ്ട എന്തെല്ലാം സാധനങ്ങളാണെന്നോ. പാത്രങ്ങൾ, ഗ്ലാസ്, ചെമ്പ്, പാത്രം, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മായിയമ്മ പോരുണ്ടാവാൻ സാധ്യതയുണ്ട്. വീട്ടിലുള്ളവർ പറയും പോലും, അവളൊന്നും കൊണ്ടുവന്നില്ല, ഇത് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് മെയിനാണ്. ഇത് ഇവിടെ നോക്ക് സാധനങ്ങൾ, ഇത് മാഗി നൂഡിൽസ് ഇത് നോക്ക്, പിന്നെ ഇതിൽ സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, കടല, പരിപ്പ്, ഇത് 2 കിലോ പരിപ്പുണ്ട്, പഞ്ചസാര കണ്ടോ. ഇതൊക്കെ ഞാൻ കണ്ടിട്ട് ശരിക്കും എനിക്ക് അത്ഭുതമായിട്ടുണ്ട്. ഞാനും മോളും ഇങ്ങനെ അവിടെ അമ്മേനോട് ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെയൊക്കെ ഇത്രയ്ക്ക് അതങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടുവരണം. ഇത് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് അവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടി. ഇത് എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ പെൺകുട്ടികളും ഇതുപോലെ കൊണ്ടുവന്നിരിക്കണം. കല്യാണ പ്രായം ആകുമ്പോൾ തൊട്ടേ ഇതുപോലത്തെ വലിയ തകർപ്പെട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ട് അവരിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങി വെക്കും പോലും. ഇപ്പോൾ കേടാകാത്ത സാധനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അന്ന് ആ സമയത്താണ് വാങ്ങുക. അല്ലാതെ പാത്രങ്ങൾ ഒക്കെ വാങ്ങി വെക്കാമല്ലോ. ഈ ഒരു വലിയൊരു പെട്ടി നിറയെ എന്തുമാത്രം സാധനങ്ങളെന്ന് അറിയാം. നമ്മളിതെല്ലാം നോക്കുകയാണ്, അമ്മ നോക്കുകയാണ് എന്തെല്ലാം കൊണ്ടുവന്ന് എങ്ങനെ എന്ത്. പക്ഷേ പൈസ ഉള്ളവർ ഇങ്ങനെ കുറേ കൊണ്ടുവരും, ഇല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുവരും. ഉള്ളവർ കുറച്ചധികം കൊണ്ടുവരും, ഇല്ലാത്തവർ കുറച്ച് അളവ് കുറയും, അത്രയേ ഉള്ളൂ. പക്ഷെ എല്ലാം കൊണ്ടുവരണമെന്ന് നിർബന്ധമാണ്. പൊട്ടും ക്ലിപ്പുകളൊക്കെ ഒരു ഡബ്ബി ഫുള്ള്. ഇതൊക്കെ അവർക്ക് യൂസ് ചെയ്യാനും അവർ വരുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കും അത്രേ. അപ്പോൾ അമ്മേനോട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കിതെല്ലാം കണ്ടിട്ട് ശരിക്കും അത്ഭുതമാണ്. ഞാനും മോളും ഇങ്ങനെ വായും തുറന്ന് നിൽക്കുമായിരുന്നു, എന്തമ്മ ഇത് ഇങ്ങനെയൊക്കെയാണോ. അപ്പോൾ അമ്മ പറയുകയാണ്, നീ നിൻ്റെ മോൾക്ക് വേണ്ടി ഇതെല്ലാം ആക്കി വെക്കണേ, ഇങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെയെന്ന് അവിടുത്തെ കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു തരികയാണ്. എനിക്ക് ശരിക്കും അത്ഭുതമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടായിരിക്കാം പെൺകുട്ടികൾ ജനിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത. കാരണം ഇതൊരു ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ജോലിയല്ല. ഇത്രക്കായിരം സാധനങ്ങൾ കൊടുക്കണം, അതിലെന്തെങ്കിലും കുറഞ്ഞു പോയാൽ പെണ്ണിനെ അവർ ദ്രോഹിക്കുമോ എന്നൊക്കെ ഉള്ളത്. ഇതെന്തറിയോ, ഈ കയ്യും കൊണ്ട് നെയ്തതാണ്. ഇതാ വാതിലിനിട്ടിരിക്കുന്നുണ്ടോ, ആ സാധനമാണ്. അപ്പോൾ നാത്തൂനിങ്ങനെ അപ്പുറത്തൊരു പെട്ടിയുണ്ട്, അത് എടുത്തിട്ട് വാന്ന് പറയുകയാണ്. എന്നിട്ട് ഞാൻ ആ പെട്ടി കാണിച്ചത്. അപ്പോൾ നാത്തൂന് വേണ്ടി ഒരു പെട്ടി കൊണ്ടുവരും. അതിൽ സാരി, വള, നാത്തൂന് വേണ്ട എല്ലാം ഉണ്ടാവും. കല്യാണ ചെക്കന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പെട്ടി, 2 പെട്ടി ഇവർ കൊണ്ടുവരും. വേറെ നാത്തൂന് വേണ്ടിയിട്ടൊന്നും, പിന്നെ കല്യാണ ചെക്കന് വേണ്ടിയിട്ടുള്ള ആ പെട്ടിയിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് ചോറുണ്ണാനിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ചെറിയ പായില്ല, അതൊരു സെറ്റ്, ഒരു 5 6 മറ്റേ ഉണ്ട്. അങ്ങനെ എല്ലാം ഒരു പുതിയ കുടുംബത്തിലേക്ക് എന്തൊക്കെ വേണം അതെല്ലാം കൊണ്ടുവരും. ആ പെൺകുട്ടി പാവം അതെല്ലാം ഇങ്ങനെ കാണിച്ചു തരണം. ഓരോ സാധനങ്ങൾ എല്ലാം എടുത്ത് ഒതുക്കി വരച്ച് അവളുടെ ആ പെൺകുട്ടിയുടെ റൂമിൽ തന്നെ വെക്കാം, അവൾക്കത് യൂസ് ചെയ്യാം. അല്ലാതെ ഒരു പുതിയ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയല്ലേ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവൾക്ക് അവളുടെ സാധനങ്ങളെല്ലാം അവളെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ, എടുത്ത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മോളൊരു ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ മോളും നാത്തൂൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. ഇവർ രണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഒക്കെയാണ്. അപ്പോൾ അവരുടെ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ പെൺകുട്ടിയൊക്കെ കൊണ്ടുവരുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും ചോദിക്കണ്ടല്ലോ. അവരുടെ കയ്യിലെല്ലാം സ്റ്റോക്ക് കുറച്ച് ദിവസത്തേക്കുള്ള, കുറച്ച് ദിവസം നല്ല കുറച്ച് മാസങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളടക്കം അവർ കൊണ്ടുവരുന്നുണ്ടല്ലോ, അവരുടെ കയ്യിലുണ്ടല്ലോ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ മധുരം, സ്വീറ്റ്സാണ്. ഈ ബോക്സ് ഫുള്ള് മധുരമാണ്. ഈ ഗ്രാമം ഫുള്ള് കൊടുക്കാനുള്ളതാണ്. ഈ ചാക്ക് കെട്ടി വെച്ചിരിക്കുന്ന ചെമ്പ് പാത്രങ്ങളാണ്, അലുമിനിയം പാത്രങ്ങൾ, ബക്കറ്റ്, ചെമ്പ്, ചീൻചട്ടി, ഇഡ്ഡലി ചെമ്പ്, ചോറ് വെക്കാനുള്ള, കറി വെക്കാനുള്ള എന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങളുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ബോക്സ് ഫുള്ള് മധുരം, ഈ ഗ്രാമം ഫുള്ള് മധുരം കൊടുക്കണം. അപ്പോൾ അതൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അന്നത്തെ ദിവസം ഞാൻ കാണിച്ചില്ല, കല്യാണത്തിൻ്റെ വീഡിയോയിൽ വണ്ടിയിൽ ഇറക്കുന്ന അത്. ഇപ്പുറത്തെ സൈഡിൽ ചാക്കിൽ കെട്ടിയിരിക്കുന്നത് എല്ലാവർക്കും കൊടുക്കാനുള്ള സാരികൾ, അത് ഇവർ വാങ്ങി വെച്ചതാണ്. ഇതാ 2 പെട്ടി ഞാൻ പറഞ്ഞില്ലേ. ഇത് ചെക്കന് കൊടുക്കാനുള്ള ടവല്, ചെക്കന് വേണ്ട ബനിയന്, ടീഷർട്ട്, പാൻറ്റ്, അങ്ങനെ. ഇത് നാത്തൂന് കൊടുക്കാനുള്ള പെട്ടിയിലുള്ളതാണ്. ഒരു കോട്ടൺ സാരി, ഒരു നല്ലൊരു സാരി, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഫെയർ ലവ്ലി, പൗഡർ, പൊട്ട്, കൺമഷി എന്ന് വേണ്ട മിറർ. ഇതിൽ കണ്ടോ എന്തെല്ലാം, ഇത് നാത്തൂന് കൊടുക്കാനുള്ളതാണ്. നാത്തൂന് വേണ്ടിയിട്ട് ഒരു പെട്ടി എക്സ്ട്രാ കൊണ്ടുവരണം, കല്യാണ ചെക്കന് വേണ്ടിയിട്ടുള്ള ഒരു പെട്ടി എക്സ്ട്രാ കൊണ്ടുവരണം. പിന്നെ ടോട്ടലായിട്ട് എല്ലാവർക്കും ഉള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. അതിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. സോപ്പും പെട്ടി, സോപ്പ്, ബ്രഷ്, കോൾഗേറ്റ്, എല്ലാ സാധനങ്ങളും. എനിക്ക് കണ്ടിട്ട് ശരിക്കും അത്ഭുതമായിട്ടുണ്ട്. ഞാൻ പറയും എന്തൊരു കഷ്ടമല്ലേ ഇങ്ങനെയൊക്കെ കൊണ്ടുവരണം. എല്ലാവർക്കും വേണ്ടിയുള്ളതൊക്കെ ഒരുക്കണ്ടേ. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അല്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതും നോക്കി കണ്ടൊക്കെ എടുത്ത് വെക്കണ്ടേ. ഇതൊക്കെ ഇവർക്ക് മെയിനാണ്.
നാത്തൂനൊരു നല്ലൊരു സാരി തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഇത് നല്ലൊരു സാരി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നാത്തൂന് വേണ്ടിയിട്ട്, പെണ്ണിൻ്റെ നാത്തൂന്. ബാക്കി എല്ലാവർക്കും കോട്ടൺ സാരിയാണ് കൊണ്ടുവരിക. അത് നല്ല അടിപൊളി സാരിയാണ്. അപ്പോൾ അതിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മിക്സർ പാക്കറ്റൊക്കെ ഉണ്ട്, കഴിക്കാനുള്ള മിക്സർ പാക്കറ്റ് ഞാൻ കണ്ട്. അപ്പോൾ അതെല്ലാം കാണിക്കുകയാണ്. അമ്മമാരെല്ലാം കൂടി അതൊക്കെ നോക്കി എന്തൊക്കെയാണ് കൊണ്ടുവന്നേ എന്നൊക്കെ ഇങ്ങനെ നോക്കുക. അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുമുണ്ട്. അമ്മായിമ്മയും ഇവരൊക്കെ കൂടി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഒഡീഷയിലെ വിവരങ്ങൾ. അപ്പം ഞാൻ ചെമ്പ് പാത്രങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ഇത് പൂജയ്ക്കുള്ള സാധനങ്ങൾ കണ്ടോ, എന്തെല്ലാം സാധനങ്ങളോ പുതിയ, ഇതെല്ലാം എടുത്തു വെക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടാവുമല്ലോ, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ. ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഈ കല്യാണം കഴിച്ച് വന്ന പെൺകുട്ടിക്ക് ഒരു മകളുണ്ടായാൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൂജ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത്. ഇപ്പം അമ്മേൻ്റെ സാധനങ്ങളാണ് അമ്മേൻ്റെ മോക്ക് കൊടുത്തതെന്ന്. അപ്പോൾ ഈ കുട്ടീൻ്റെ മോക്ക് കൊടുക്കുക. ആവശ്യമുള്ള എന്തെങ്കിലും കുറച്ച് സാധനം യൂസ് ചെയ്യണമെങ്കിൽ അതും എടുക്കും, അല്ലാതെ എടുത്തു വെക്കും. അതുപോലെ എടുത്തു വെക്കുന്നു. ബക്കറ്റ്, അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ടോ, ഇതുപോലെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരണം. എല്ലാം എന്തെങ്കിലും കുറഞ്ഞു പോയാൽ ചിലപ്പോൾ ഇവർ പറയും അത് കൊണ്ടുവന്നില്ലല്ലോ, ഇത് കൊണ്ടുവന്നില്ല. അവർ അതിൻ്റെ ഇടയിൽ അത് പറയുന്നുമുണ്ട് കേട്ടോ. അയ്യോ ഇതില്ലല്ലോ അതില്ലല്ലോ എന്ന്. അപ്പോൾ പാവം ആ പെൺകുട്ടിക്ക് വിഷമാവില്ലേ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പെൺകുട്ടികൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ. കുറച്ച് വീഡിയോ എൻ്റെ മിസ്സായി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് വേറൊരു മൊബൈലിലായിരുന്നു എടുത്തത്. പക്ഷെ അവർ കല്യാണത്തിന് വന്ന ഒരു പെങ്ങളുടെ മൊബൈലിൽ നിന്നായിരുന്നു. പക്ഷെ അവളുടെ എങ്ങനെയോ ഡിലേറ്റ് ആയിപ്പോയി. അപ്പോൾ കുറച്ച് സാധനങ്ങളുടെയൊക്കെ ഈ ചെമ്പ് പാത്രങ്ങളുടെ പ്ലേറ്റ്, ഗ്ലാസ്സൊക്കെ അങ്ങനെ ഡസൺ കണക്കിന് കുറേ അതെല്ലാം മിസ്സായിപ്പോയി വീഡിയോ. എന്തായാലും ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന്. അപ്പോൾ ഇനി ഇടുന്ന നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഗ്രാമം മുഴുവൻ കടികൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതും, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് കടികൾ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ മറക്കാതെ കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ അറിയാതെ വാക്കുകളൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അതൊക്കെ തിരുത്തി തരിക കേട്ടോ. ഞാൻ അതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എന്നും കൂടി ഉണ്ടാവണം. ഇതുവരെ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് എല്ലാം ശരിയാക്കി ഇതുപോലെ കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.